അതേസമയം മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട് എന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. 3 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാൻ ശ്രമിക്കും. തന്റെ മറ്റ് ചുമതലകൾ മുനമ്പം കമ്മീഷനെ ബാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടതില്ലെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷനാണ് രൂപവൽക്കരിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. സർ, ഒരു കമ്മീഷൻ അധ്യക്ഷനായി വീണ്ടും എത്തുകയാണ്. പ്രത്യേകിച്ച് മുനമ്പം പോലുള്ളൊരു വിഷയം എങ്ങനെയാണ് അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്? കഴിഞ്ഞ ദിവസമാണ് അതിന്റെ പരിഗണനാ വിഷയങ്ങളെല്ലാം നിശ്ചയിച്ചത്. അല്ല, പരിഗണനാ വിഷയങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് ഇങ്ങനെ കമ്മീഷനായിട്ട് നിയോഗിച്ചു എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമേ എനിക്കറിയാവുള്ളൂ. പരിഗണനാ വിഷയങ്ങൾ ഉടനെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം തന്നെ ജില്ലാ കളക്ടറോട് കമ്മീഷൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ്. ഇതിൻ്റെ ഓഫീസ് തീർച്ചയായിട്ടും എറണാകുളത്ത് തന്നെ വേണം. കാര്യം വെച്ചാൽ മുനമ്പം ഇവിടെ അടുത്ത പ്രദേശമാണ്. ഇവിടുത്തെ സമീപവാസികൾ മുനമ്പം വാസികളുടെ സൗകര്യം നോക്കിയാണ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. അപ്പം എറണാകുളത്ത് തന്നെ കമ്മീഷൻ തുടങ്ങും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓഫീസ് കളക്ടർ കണ്ടുപിടിക്കും. കമ്മീഷൻ്റെ പ്രവർത്തനം ഉടനെ തുടങ്ങും. ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയാൽ ഉടനെ തുടങ്ങും. അതിൽ ബന്ധപ്പെട്ട കക്ഷികളെ എല്ലാവരെയും, തൽപര കക്ഷികളെ, അവിടുത്തെ താമസക്കാരെ, അവിടെ വ്യവസായങ്ങൾ നടത്തുന്നവരെ, ഓരോ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ, അവരെല്ലാം ബുദ്ധിമുട്ടുള്ളവരെ അല്ല ആർക്കൊക്കെയാണ് ഗ്രീവൻസ് ഉള്ളത് അവരെ എല്ലാം കേൾക്കും. അതുമാത്രമല്ല എല്ലാ കക്ഷികളെയും, വാക്കപ്പ് ബോർഡിൻ്റെ ഇഷ്യൂ ഇതാണല്ലോ മെയിനാണുള്ളത്, വാക്കപ്പ് ബോർഡിനെയും കേൾക്കണം. അങ്ങനെ തൽപര കക്ഷികളെ എല്ലാവരെയും കേൾക്കും. എനിക്ക് വേണ്ടത് എല്ലാവരുടെയും സഹകരണമാണ്. കാര്യം വെച്ചാൽ സമയത്ത് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എല്ലാവരും സഹകരിക്കണം. പിന്നെ കമ്മീഷനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. നോട്ടീസ് അയക്കാനും സമൻസ് അയക്കാനും കക്ഷികളുടെ തെളിവ് ഹാജരാക്കാൻ നിർബന്ധിക്കാനും രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഓർഡർ കൊടുക്കാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരരുത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്നും കക്ഷികളുടെ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടായാൽ, രേഖകൾ സമയത്ത് ഹാജരാക്കിയാൽ കമ്മീഷൻ്റെ പ്രവർത്തനം സമയത്ത് തന്നെ തീർക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഈ 3 മാസം വളരെ പരിമിതമാണ്. വളരെ വിപുലമായ ഇഷ്യൂസാണ് ഉള്ളത് അവിടെ. ഏതായാലും സങ്കീർണമായ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു 3 മാസത്തിൽ കമ്മീഷന് കൺക്ലൂഷൻ എത്താൻ ഒക്കുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂട്ടി ചോദിക്കും ഗവൺമെൻറ്. അതെല്ലാം എപ്പോഴും ഞാൻ പല കമ്മീഷനുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എപ്പോഴും ഒരു കമ്മീഷനെ നിയോഗിച്ചാൽ അതിന് എല്ലാ സഹായങ്ങളും അനുഭാവപൂർവമായ നടപടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് കമ്മീഷൻ പ്രവർത്തനം സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒറ്റ കണ്ടീഷൻ ഇതാണ്: തൽപര കക്ഷികളുടെ എല്ലാ സഹകരണം വേണം, വിശ്വാസം വേണം അവർക്ക് കമ്മീഷനിൽ. അവരുടെ വിശ്വാസം, അടിസ്ഥാനപരമായിട്ട് അവരുടെ വിശ്വാസമാണ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് നല്ല രീതിയിലാക്കുന്നത്. മുൻപത്തെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുറേയധികം ആളുകൾ, കുറച്ച് സ്ഥലങ്ങൾ മാത്രം കൈവശമുള്ളവർ. അപ്പോൾ അവർ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടിയാൽ മാത്രമേ അവരുടെ മറ്റു പല കാര്യങ്ങളിലേക്കും അടക്കം ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടക്കം നടക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ആശങ്ക ഇത് വൈകുമോ എന്നതാണ്. തീർച്ചയായിട്ടും. ഒന്നാമത് ഈ തീരദേശ പ്രദേശങ്ങളിലെ ആളുകൾ സാമ്പത്തികമായിട്ട് പിന്നോക്കക്കാരാണ്. അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ഗവൺമെൻറ് അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് നിർദ്ദേശിക്കാനാണ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. കമ്മീഷൻ വളരെ മാനുഷികമായ പരിഗണനയായിരിക്കും ഇതിനകത്ത് കൊടുക്കുന്നത്, യാതൊരു സംശയവുമില്ല. പക്ഷേ നിയമത്തിനെ മറികടക്കാൻ കമ്മീഷൻ ഒരിക്കലും സാധിക്കില്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചോളം നിയമാനുസൃതമായിട്ട് വേണം എല്ലാം ചെയ്യാൻ. രാജ്യത്ത് നിയമമുണ്ട്, എല്ലാത്തിനും വ്യവസ്ഥാപിത നിയമങ്ങളുണ്ട്. പക്ഷേ ഒരു മനുഷ്യാവകാശ പരിഗണന മുൻനിർത്തി മാനുഷിക പ്രശ്നം ആയിട്ട് തന്നെ പരിഗണിച്ച് ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഴുവൻ പേര് റവന്യൂ രേഖകളടക്കം വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നൊരു ഘട്ടം ഉണ്ടാവും. അല്ല, മുഴുവൻ രേഖകളും ഓരോ വ്യക്തികളുടെയും ചെറിയ ചെറിയ ഹോൾഡിങ്സിൻ്റെ രേഖകൾ പരിശോധിക്കുക പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ സമാന പ്രശ്നമുള്ളവരുടെ എല്ലാം ഗ്രൂപ്പായിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഭിഭാഷകരും അസോസിയേഷനും അവർക്ക് വലിയ സംഘടനയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അതൊരു വലിയ സഹായമാണ്. സംഘടനയായിട്ടും ഒരു ഗ്രൂപ്പായിട്ടും റെപ്രസെൻ്റ് ചെയ്താൽ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കമ്മീഷന് വ്യക്തിപരമായിട്ട് എല്ലാവരെയും കേൾക്കേണ്ട ആവശ്യവും എല്ലാവരെയും വിളിച്ചു വരുത്തേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് രേഖകൾ സമാനമായിട്ടുള്ള കേസുകൾ, സമാന അവകാശമുള്ളവരുടെ കേസുകൾ ഒന്നിച്ച്
പ്രസന്റ് ചെയ്താൽ അതെനിക്ക് എളുപ്പമുണ്ട് എൻ്റെ ജോലി. അതുമാത്രമല്ല എല്ലാ രേഖകളും പരിശോധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സർവേ അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റവന്യൂ രേഖകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു ലീഗൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്താൽ പിന്നെ അത് റവന്യൂ അതോറിറ്റിന് തീരുമാനിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇത്രത്തോളം കാര്യങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ അവിടെയാണ് ഒരു ടൈം ഫ്രെയിം എന്നത് ഇപ്പോഴേ തോന്നുന്നുണ്ടോ? ടൈം കൺസ്ട്രെയിൻറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഇത്ര ഒരു സങ്കീർണമായ ഒത്തിരി ധാരാളം ആൾക്കാരുടെ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കറിയില്ല, ഞാനത് ഡീറ്റെയിലായിട്ട് കടന്നിട്ടില്ല. അത് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരും ഒരു അടിസ്ഥാനമായിട്ട് ഒരു പ്രിലിമിനറി ഹിയറിംഗ് ആദ്യം തന്നെ ഞാൻ അവരുടെ സംഘടനകളെ എല്ലാവരെയും കേൾക്കും. അപ്പോൾ സംഘടനകളെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ നേതൃത്വത്തിനെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നം എനിക്ക് കൂടുതൽ ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു രൂപരേഖ ഉണ്ടാക്കും ഏത് രീതിയിൽ കമ്മീഷന് സമയബന്ധിതമായിട്ട് തീർക്കാൻ ഒക്കുന്നുണ്ട്. എന്നിട്ട് വേണം കമ്മീഷൻ മുമ്പോട്ട് പോകാൻ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവരുടെ സഹകരണം, അവരൊന്നും നീട്ടി ചോദിക്കാതെ അവരുടെ അഭിഭാഷകരൊക്കെ വരണം, അവരുടെ സഹകരണമാണ് എനിക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കും. കഴിയുന്ന നേരത്തെ ഞാൻ റിപ്പോർട്ട് കൊടുക്കും. ഈ 3 മാസം പോലും വേണമെന്നില്ല റിപ്പോർട്ട് കൊടുക്കാൻ. എനിക്ക് സാധിക്കുമെങ്കിൽ ഞാനതിനു മുമ്പ് കൊടുക്കും. ഞാൻ എൻ്റെ പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ വേറെ പലർക്കൊരു ആശങ്കയുണ്ട്. ഞാൻ വേറൊരു കമ്മീഷനെ ചെയ്യുന്ന ആളാണ്, വേറൊരു കമ്മീഷൻ്റെ ചെയർമാനാണ്. പക്ഷേ അതൊരു കാര്യം, ആ കമ്മീഷൻ ഇതിനേക്കാളും വിപുലമാണ്. അതിനകത്ത് 2 മെമ്പർമാർ, മെമ്പർ സെക്രട്ടറി, നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് തൽക്കാലത്തേക്കൊന്ന് മാറി നിന്നാലോ അല്ലെങ്കിൽ അതിൽ എൻ്റെ പ്രവർത്തനം ഒരു കാരണവശാലും എൻ്റെ ഇതിനെ ബാധിക്കത്തില്ല. ഞാൻ എൻ്റെ മുഴുവൻ ഫോക്കസും ഈ കമ്മീഷൻ്റെ പ്രവർത്തനം തീരുന്നവരെ ഈ കമ്മീഷനിലായിരിക്കും. എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ പോലും ഞാൻ മാറ്റിവെച്ച് ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തിലേക്ക് തിരിയും. യാതൊരു സംശയമില്ല. എൻ്റെ പ്രയോറിറ്റി, എൻ്റെ ഫോക്കസ് ഈ കമ്മീഷൻ പ്രവർത്തനത്തിലായിരിക്കും തീർച്ചയായിട്ടും. കഴിഞ്ഞ ഗവൺമെൻറ് അത്ര വലിയ തിരക്ക് കാണിക്കുന്നതുകൊണ്ടാണ് 3 മാസം, സാധാരണ ഒരു കമ്മീഷൻ 6 മാസം സമയം തരാറുണ്ട്. 3 മാസം ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഉത്കണ്ഠ എത്രമാത്രമുണ്ട്, എത്ര നേരത്തെ ഗവൺമെൻറ്റിന് തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹത്തിന് ഒത്തു ഉയരുക എന്നുള്ളതാണ് ഒരു കമ്മീഷൻ്റെ ചുമതല. ഒരു കാര്യം കൂടി, ഇതിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രേഖകൾ വരെ എല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കൊക്കെ അങ്ങനെയൊക്കെ വരുമോ? അത് ഞാൻ പറഞ്ഞേ, രേഖകൾ പരിശോധിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പായിട്ട് പരിശോധിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്. കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഓരോരോ വ്യക്തിപരമായ നിയമകേസുകൾ കാണത്തില്ല. ലാൻഡ് ഹോൾഡിങ്ങിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മറ്റേ തർക്കമുള്ള പാർട്ടികളുടെ ഈ വഖഫിന്റെ തർക്കമാണ് കൂടുതലായിട്ടും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വാക്കുകളാണ് ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ന്യൂസ് 8നോട് പറഞ്ഞിരിക്കുന്നത്.